ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. സ്ഥലം എവിടെയാണെന്ന് നമ്മൾ എയർപോർട്ട് എത്തിയിട്ട് പറയാം കേട്ടോ. പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോണത്. അതുകൊണ്ട് അതിന്റെ നല്ല എക്സൈറ്റ്മെന്റ് അതുപോലെ പേടിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എയർപോർട്ടിൽ വെച്ച് പക്കലാം. ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ പോസ്റ്റാണ്. നമുക്ക് 7:30 ആയിട്ടുള്ളൂ. 11:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 8:30 നമ്മൾ ഇമിഗ്രേഷൻ എന്നാൽ മതി. അപ്പോൾ ഇവിടെ പോസ്റ്റ് അടിച്ച് നമ്മൾ ഇരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ പക്കല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യയിലാട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചെക്കിങ്ങും ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ ജാസ്മിനെയും ഗബ്രീനെയും കണ്ടത്. അപ്പോൾ നമുക്ക് ജാസ്മിനെയും ഗബ്രീനെയും മീറ്റ് ചെയ്യാം. ഹാപ്പി ജേർണി. അങ്ങനെ ഒരു 4 മണിക്കൂർ കാത്തിരിപ്പിന് ഞങ്ങൾ മലേഷ്യയിൽ കാലുകുത്തിട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ മലേഷ്യ എയർപോർട്ടിലൂടെ എത്തിയിട്ടുണ്ടല്ലോ. നമ്മൾ ഡ്രൈവറിനെ വിളിച്ച് നമുക്ക് പുത്രജയയിൽ പോകാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, പുത്രജയ. സോ അതിട്ടുക. ഗൈസ്, നമ്മൾ പുത്രജയ മോസ്കിൻ്റെ ഉള്ളിൽ കയറുവാണ്. ഇതിനെ പിങ്ക് മോസ്ക് എന്നും പറയും. അപ്പം നമുക്ക് മോസ്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പക്കലാം. ഗൈസ്, നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇടണം. ഇതാണ് നമ്മൾ തലയും കവർ ചെയ്ത് ഓട്ടോൻ്റെ അറ്റയർ. നമ്മൾ പിങ്ക് മോസ്കിൽ കയറാൻ പോവാണ്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെ താമസിക്കുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസാണിത്. നമ്മുടെ പിങ്ക് മോസ്കിന്റെ തൊട്ടടുത്താണ് ഇത്. ഹലോ, നമ്മൾ 11 മണിക്കായപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇപ്പൊ സമയം നമ്മുടെ നാട്ടിലൊരു 5 മണിയാകാൻ പോകുന്നു. ഇവിടെ ഒരു 7:10 നമ്മളിവിടുത്തെ ഫൗണ്ടൻ ഷോയ്ക്ക് പോട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ ഫൗണ്ടൻ ഷോ നടക്കുന്നത് പെട്രോണസ് ട്വിൻ ടവറിൻ്റെ തൊട്ട് താഴെയാട്ടോ. മലേഷ്യയിൽ എവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പെട്രോണസ് ട്വിൻ ടവർ കാണാൻ പറ്റും. ഞങ്ങൾ ഫൗണ്ടൻ ഷോ കാണാൻ പോയത് ഒരു 7:30 മണിയായപ്പോഴാട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഹൈറ്റേ ഫൗണ്ടൻ ഷോയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8:30 ആയപ്പോഴത്തേക്കും നല്ല ഹൈറ്റിൽ ഫൗണ്ടൻ ഷോ ഉണ്ടായിരുന്നു.
അവിടുത്തെ ഫ്ലൈറ്റും അതുപോലെ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാട്ടോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് തിരിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണേ. ബൈ.